നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ഓർമ്മ നഷ്ടപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വയോധികന് മയ്യനാട് സമിതി അഭയകേന്ദ്രത്തിൽ അഭയം. ഓർമ്മക്കുറവും പരസ്പര വിരുദ്ധമായ വിവരങ്ങളും കാരണം സ്വന്തം പേരോ മേൽവിലാസമോ കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളോ വ്യക്തമാക്കാൻ കഴിയാതിരുന്ന വയോധികനെ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളുടെ അവസരോചിതമായ ഇടപെടലിലൂടെ മയ്യനാട് സമിതി അഭയകേന്ദ്രത്തിലെത്തിച്ച് സംരക്ഷണം നൽകി. മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ ആലമൂടി ജംഗ്ഷനിൽ ഇന്ന് രാവിലെ മുതൽ അലഞ്ഞുതിരിഞ്ഞ നിലയിലാണ് വയോധികനെ നാട്ടുകാർ ശ്രദ്ധിച്ചത്. സമീപത്തെ കടകളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും വാങ്ങിയ ശേഷം കൊട്ടിയം ബാബുൽ ഖൈർ കൂട്ടായ്മ കമ്മിറ്റി ട്രഷറർ മുസ്തഫയുടെ ബേക്കറി കടയിലെത്തി ഭക്ഷണം ആവശ്യപ്പെടുകയും തുടർന്ന് ഏറെ നേരം കടയ്ക്ക് പുറത്തിരിക്കുകയും ചെയ്തു. വയോധികൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് മുസ്തഫ കൊല്ലം കടപ്പാക്കട സിവിൽ ഡിഫൻസ് സേനാംഗമായ ഷിബു റാവുത്തറിനെ വിവരമറിയിക്കുകയായിരുന്നു. അങ്ങനെ ഷിബു റാവുത്തറും മുഹമ്മദ് സുഹൈൽ കൊല്ലൂർവിള, നഹാസ് കൊരടിപ്പള്ളി, ജംഗിഷ് ഖാൻ, ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ കൊല്ലം ജില്ലാ സെക്രട്ടറി അബ്ദുൾ റസാഖുമായി ഉടൻ തന്നെ ആലുമൂടിലെ മുസ്തഫയുടെ ബേക്കറിയിലെത്തി വയോധികനുമായി സംസാരിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു. എന്നാൽ സ്വന്തം പേര്, സ്വദേശം, കുടുംബാംഗങ്ങൾ, നിലവിലെ വിലാസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സംസാരത്തിനിടെ പുള്ളിക്കയം, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ, പാങ്ങോട് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളുടെ പേരുകൾ പരസ്പര വിരുദ്ധമായി പറയുകയായിരുന്നു. ഇതോടെ വിഷയം കൊട്ടിയം പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ വിഷ്ണു സജീവനെയും സബ് ഇൻസ്പെക്ടർ അഭിജിത്ത് ബിയെയും അറിയിച്ചു. തുടർന്ന് കൊട്ടിയം പോലീസ് സ്റ്റേഷൻ്റെ നിർദ്ദേശപ്രകാരം കൊല്ലം കൺട്രോൾ റൂം സബ് ഇൻസ്പെക്ടർ നിസാം എ, പോലീസ് ഓഫീസർ പ്രകാശ് ജെ എന്നിവർ സ്ഥലത്തെത്തി വയോധികനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചെങ്കിലും വ്യക്തമായ തിരിച്ചറിയൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. വയോധികനെ മയ്യനാട് സമിതി അഭയകേന്ദ്രത്തിലെത്തിച്ചു. സമിതി മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവ്യറിൻ്റെ നിർദ്ദേശപ്രകാരം സോഷ്യൽ വർക്കർമാരായ അനന്തു തോമസ്, സ്റ്റാഫ് നഴ്സ് ജോമിനി എന്നിവർ ചേർന്ന് വയോധികനെ ഏറ്റെടുത്തു. വയോധികന് ആവശ്യമായ സംരക്ഷണവും പരിചരണവും നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും സ്വദേശത്തെയും കണ്ടെത്തുന്നതിനുള്ള തുടർ നടപടികൾ ബന്ധപ്പെട്ട അധികൃതരുടെ സഹകരണത്തോടെ സ്വീകരിക്കും. മനുഷ്യത്വപരമായ ഇടപെടലിലൂടെ വഴിയരികിൽ ഒറ്റപ്പെട്ടുപോയ വയോധികന് സുരക്ഷിതമായ അഭയമൊരുക്കിയ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളുടെയും പോലീസിൻ്റെയും സമിതി പ്രവർത്തകരുടെയും ഇടപെടൽ ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, കൊട്ടിയം.